ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ എന്നാണ് ഈ കാർഡിൻ്റെ പേര് തന്നെ. അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ ഫലം നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഒരു വെയിറ്റിംഗ് എനർജിയാണ്. മേ ബി നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജോലി ചെയ്തിട്ട് അതിൻ്റെ ശമ്പളം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലം കിട്ടാതിരിക്കുക, അതിനൊരു റെക്കഗ്നേഷൻ കിട്ടാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ചെയ്ത പ്രവൃത്തി എന്തായാലും അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്കിന്ന് പണം ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു ആളെ മിസ് ചെയ്യുന്നതും ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ആകാനും സാധ്യതയുണ്ട്. അതാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. മോസ്റ്റ്ലി ഇന്ന് പണം ആവശ്യമാണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ 9 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാർഡ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കാർഡ് സൺ കാർഡാണ്. ഇത് ഒരുപാട് ട്രോമാസ് മുൻപ് ഉണ്ടായിരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ടാരോ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ടാരോയുടെ ഒരു ഒരു താല്പര്യം കുറവ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് കാരണം നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ടാരോടുള്ളൊരു താല്പര്യമൊക്കെ കുറയും. അതായത് നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യ കുറവൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു സിംറ്റം, നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതിനൊരു സിംറ്റം. അപ്പോൾ ഈ സൺ കാർഡ് ഹീലിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. മോസ്റ്റ്ലി നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ ഒരു ജീവിതത്തിലെ കറുത്ത മേഘങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് ഒരു പുതിയ പുലരിയിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെയാണ്, പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം യാത്ര ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊച്ചുകുട്ടി യാത്ര ചെയ്യുന്ന നിഷ്കളങ്കതയോടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം, പഴയ ഓർമ്മകളിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ ക്ലെൻസ് ചെയ്യപ്പെട്ടതായിരിക്കും നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു ശുദ്ധി വന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ഹെവിനെസ് കുറഞ്ഞതുപോലെ, ഒരു ഭാരം കുറഞ്ഞ് നിങ്ങളൊരു തൂവലിനെ പോലൊക്കെ ആയതുപോലെയൊക്കെ ഒരു ഫീലിംഗ് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അത് ക്ലെൻസിങ് നടക്കുന്നതുകൊണ്ട് ഹീലിംഗ് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. മോസ്റ്റ്ലി നമ്മുടെ ഹീലിംഗ് നടക്കുന്നത് രാത്രികളിലും ഉറക്ക സമയത്തൊക്കെയാണ് നമ്മുടെ ഹീലിംഗ് നടക്കാൻ ഏറ്റവും നല്ല സമയം. അപ്പോഴാണ് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ യാത്ര നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു എന്നാണ് സൺ കാർഡ് പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഇന്ന് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈസയ്ക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടുമെന്നാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിളും സൺ കാർഡും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ സമൃദ്ധിയുടെയൊക്കെ കാർഡാണ്. ദെൻ 7 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ വളരെ ഹാർഡ്ഷിപ്പിലൂടെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതിനെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്നത്, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ എന്നൊക്കെ തോന്നുന്നൊരു എനർജിയാണ് 7 ഓഫ് വാണ്ട്സ്. മാത്രമല്ല ഇത് നിങ്ങൾ ചിലപ്പോൾ എന്നും ചെയ്യുന്നത് മാത്രമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നൊരു തോന്നൽ വരത്തില്ല, നെഗറ്റീവ് തോട്ട്സ് വരത്തില്ലേ. അതാണ് 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രതിബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അത് കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നങ്ങളും അറിയുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ തന്നെ കുറച്ച് നെഗറ്റീവ് തോട്ട്സും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. അതിനോടും കൂടെ നിങ്ങളിപ്പോൾ പ്രതിരോധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നെഗറ്റീവ് തോട്ട്സിലൊക്കെ നിന്നിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ മല്ലടിക്കുന്നൊരു ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, ആ ചിന്തകളൊക്കെ മാറ്റി നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഹീറോഫൻ്റാണ്. ഇത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു
മതപരമായിട്ടുള്ള മേലധ്യക്ഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ഹയർ അതോറിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള ആരോടെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, റെക്കമെൻഡേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം സാധിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ മേലധ്യക്ഷനായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തിലൊക്കെ ഇരിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മത ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചട്ടക്കൂടുകളുണ്ടല്ലോ, ആ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, ആ പേടിയുടെയും കൂടെ കാർഡാണ് ഹീറോഫൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യത്തിന് ഗൈഡൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ. ദെൻ ഡെത്ത് കാർഡ് വരുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ നടക്കുന്നതാണ്. ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു, അല്ലെങ്കിൽ ഒരു കുറച്ച് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുക, അതിലൂടെ ഒരു കർമ്മ ക്ലിയർ ആവുക എന്നൊക്കെയാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്, മാറ്റം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ കളയുന്ന എനർജിയാണ് ഡെത്ത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുത്തുവരി കളയണം. അപ്പം വീടാണെങ്കിലും ശരി, നിങ്ങളുടെ മനസ്സാണെങ്കിലും ശരി, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമായാലും ശരി, നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പുറത്ത് കളയേണ്ട സമയമാണ്. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ മാത്രമാണ് പുതിയ പുതിയ നല്ല ചിന്തകൾക്കും നല്ല കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സ്പേസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ പുറത്ത് കളയുന്ന ഒരു എനർജിയാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു പരിവർത്തനം സംഭവിക്കുന്നു, നമ്മളൊരു പുതിയ റീബർത്തിലേക്ക് വരുന്നു എന്നൊക്കെയാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. ഒരു ഡെത്ത് ആൻഡ് റീബർത്താണ്. അപ്പം നമ്മൾ ഒരു ഒരു അറ്റം വരെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഈ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു നിയർ ആൻഡ് ഡെത്ത് പോലുള്ള ഒരു കാര്യമൊക്കെ കേൾക്കുകയോ കാണുകയോ സംഭവിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരിവർത്തനമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുവാണ്, ഞാൻ ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളൊരു കാര്യം പഠിക്കുന്നതാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് കപ്സ്, നിങ്ങൾ ഹൃദയം നിറച്ച് സ്നേഹമാണ്, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഫുള്ളി ഓപ്പൺ ആയിരിക്കും, നിങ്ങൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ പല സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് ഒളിപ്പിച്ച് വെക്കുകയാണ്, മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയും മറ്റൊരു രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇതാണ്: നിങ്ങൾ എല്ലാവരോടും സ്നേഹം കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നിങ്ങളൊരു രാജാവാണ്, ഒരു കിങ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മച്യൂരിറ്റി കാണിക്കുക. മച്യൂർ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു തന്മയത്വത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. സ്നേഹത്തിനെ പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുക. അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്നേഹം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവരോട്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളോട് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുന്ന ഒരു എനർജിയാണ് ഈ കിങ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എംപ്രസ് ആണ്. കുറച്ചധികം ദിവസമായിട്ട് എംപ്രസിൻ്റെ കാർഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആരോ അഡ്മയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആരോ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആരോ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഈ എംപ്രസിൻ്റെ എനർജി പറയുമ്പോൾ നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നു, നമ്മളെ തന്നെ അഡ്മയർ ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ എംപ്രസിൻ്റെ കാർഡ് പറയുന്നത്. നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു, നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നു, അത്തരത്തിലുള്ളൊരു എനർജിയാണ്. മാത്രമല്ല, നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും മറ്റുള്ളവരുടെ എല്ലാം കണ്ണിൽ ഏറ്റവും വലിയ സുന്ദരി അല്ലെങ്കിൽ സുന്ദരൻ എന്ന് പറയുന്നത്. ഇതൊരു ഫെമിനൈൻ എനർജി ആണെങ്കിൽ പോലും എല്ലാ ആണുങ്ങളിലും ഒരു ഫെമിനിനിറ്റിയും എല്ലാ പെണ്ണുങ്ങളിലും ഒരു മാസ്കുലിനിറ്റിയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെമിനിനിറ്റിയുടെ പീക്കാണ് എന്നു പറയുന്നത്. അബണ്ടൻസ് ആണ്. വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാകുമെന്ന് പറയുന്നുണ്ട്. ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്, മദർഹുഡിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടാവും, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അവരെയും കൊണ്ട് യാത്ര പോവുക, അവരെയും കൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അവരെ ടേക്ക് കെയർ ചെയ്യുക, ഇതൊക്കെയാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഇന്ന് ശരിക്കും നിങ്ങളൊരു ഫെമിനിനിറ്റിയുടെ ഓപ്റ്റിമം ആയിരിക്കും, അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രൈണതയുടെ ഏറ്റവും ഓപ്റ്റിമം ആയിരിക്കും ഇന്ന്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ എംപ്രസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ആകർഷണം തോന്നാൻ സാധ്യതയുണ്ട്. 5 of Wands ഒരു വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ
ഈ 7 ഓഫ് ഫാൻസും 5 ഓഫ് ഫാൻസും ഒക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലെ കുറേ ചിന്തകൾ കൊണ്ട് നമ്മൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. കൂടാതെ നമുക്ക് ചുറ്റുമുള്ള ആളുകളും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആളുകൾ തന്നെയാണ് നമുക്കെതിരെ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ സാധ്യത. ഒരു വഴക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു ചുറ്റുവട്ടം ഉണ്ടെന്നാണ് 5 ഓഫ് ഫാൻസ് പറയുന്നത്. ചിലപ്പോൾ വഴക്കുണ്ടാകുമോ എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയുമോ എന്നുള്ള ചിന്തയായിരിക്കാം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള നമ്മുടെ മനസ്സിലുള്ളൊരു മാനസിക സമ്മർദ്ദമായിരിക്കാം. അതൊക്കെ ആയിരിക്കാം 5 ഓഫ് ഫാൻസ്. പക്ഷേ മോസ്റ്റ്ലി ഇത് നമുക്ക് ചുറ്റുമുള്ള ആളുകളായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്ന എനർജി തന്നെയാണ് 5 ഓഫ് ഫാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പം നിങ്ങളുടെ എന്താണ് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാണ്. നിങ്ങൾ പുതിയ വീട് വാങ്ങിക്കുക, വീട് വിൽക്കുക, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുക, പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുക, അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്, ആ പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വരും തലമുറയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ പദ്ധതികൾ ആലോചിക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ്. അതുപോലെ പാരമ്പര്യ സ്വത്തിനെ പരിപാലിക്കുക. ഇതൊരു നർച്ചറിങ് മെത്തഡാണ്, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. അപ്പോൾ അവരെ കയ്യിലുള്ള പണത്തിനെ എങ്ങനെ സേവ് ചെയ്യാം, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു ലേഡിയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു ഫിനാൻഷ്യൽ ചിലപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഒരു മൂഡ് സ്വിങ്സ് തോന്നുക, ഒറ്റപ്പെട്ട പോലെ തോന്നുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് തണുക്കുക, അതൊക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞുള്ള ഡെത്ത് കാർഡിനകത്ത് വരുന്നത് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടുകയും പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് വായി തോന്നുന്നെല്ലാം പറയും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ ഹേർട്ടാവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു പുതിയ കർമ്മ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുകയും പുതിയൊരു കാർമിക് സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതൊരു കർമ്മ അവസാനിക്കുകയും പുതിയൊരു കർമ്മ ജനിക്കുകയും ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം. ലാസ്റ്റ് കാർഡ് വേൾഡാണ്. ഇതൊരു ഡാൻസിങ് ലേഡിയാണ്. അപ്പോൾ നിങ്ങൾ ചുറ്റും ഒരുപാട് ആളുകൾ നിങ്ങളെങ്ങനെ നോക്കുന്നുണ്ടാവും, വീക്ഷിക്കുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അവരെയും നിങ്ങൾ അവരെയും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ്. ഇതൊരു വേൾഡ് എന്ന് പറയുന്നത് ഡാൻസിങ് ലേഡിയുടെ കാർഡാണ്. മാത്രമല്ല നിങ്ങളുടെ സന്തോഷത്തിലിരിക്കുക, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ നിങ്ങളൊരു ഒരു ജേർണിയിലാണ് എങ്കിൽ അവിടെ ഒരു സക്സസ് ആൻഡ് കംപ്ലീഷൻ്റെ കാർഡാണ്. നിങ്ങൾ എന്താണോ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ജേർണി അതവിടെ സക്സസ്ഫുൾ ആവുന്നുണ്ട്, അത് കംപ്ലീഷനും വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓവർസീസ് യാത്ര കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ ഒക്കെ പോകുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. കൂടാതെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിപ്പുകൾക്ക് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രിപ്പ് പോവുക, അത്തരത്തിലുള്ളൊരു എനർജിയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ട്രിപ്പൊക്കെ ഇന്ന് പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഒരു നമ്മുടെ ലൈഫിലൊരു ഘട്ടം, ഒരു സൈക്കിൾ അവസാനിച്ച് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ചില ആളുകളൊക്കെ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കും മോക്ഷം കിട്ടി മരിച്ചു പോകുന്ന എനർജിയാണ്. അതായത് അവരുടെ അറ്റൈൻമെൻ്റ് ആണ്. മോക്ഷം കിട്ടുക എന്നുള്ള പറഞ്ഞാൽ അറ്റൈൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അറ്റൈൻമെൻറ്റ് കിട്ടിയിട്ട് ഈ ലൈഫ് സെറ്റിൽ ചെയ്ത് പോകുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിക്കുന്നത്, അതായത് മോക്ഷം കിട്ടിപ്പോകുന്നത്, അതായത് അവർക്ക് ഇവിടുത്തെ കർമ്മയെല്ലാം പൂർത്തിയാക്കി ആളുകൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസ് കാർഡ് പറയുന്നത് നീതി നടപ്പിലാവും എന്നാണ്. റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ബന്ധങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ സെപ്പറേഷനെ കുറിച്ച് ആലോചിക്കാവുള്ളൂ. കുറച്ച് പേരൊക്കെ ഈ കേസും കോടതിയൊക്കെ നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നീതി നടപ്പിലാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നീതി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. അതായത് നമ്മൾക്ക് നീതി എന്താണോ അത് കിട്ടുക. അതായത് ചിലപ്പോൾ നമ്മൾ നല്ലതാണ് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. അതല്ല നമ്മൾ മോശമാണ് ചെയ്തേക്കുന്നതെങ്കിൽ ആർക്കാണോ നീതി കിട്ടേണ്ടത് അവർക്ക് നീതി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എംപ്രസിൻ്റെ എനർജി ഉണ്ട്. എംപ്രസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ എപ്പോഴും നമ്മളായിരിക്കും
ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മുടെ എനർജി അവർ വലിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വല്ലാത്ത ക്ഷീണമായിരിക്കും. വന്നാൽ ഉടനെ നമുക്കിങ്ങനെ ഒന്ന് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയും ടയേർഡായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇന്ന ദിവസം തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.